രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് കിച്ചുവിനെ കുറിച്ചാണ്. കിച്ചു ആൻഡ് ആ ഫാമിലി ലുക്കിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. ഈ വിഷയം ഞാൻ ഇന്നലത്തോടെ നിർത്തണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എനിക്കത് കണ്ടപ്പോഴത്തേനും സത്യമായും ഞാൻ ഞെട്ടിപ്പോയി തന്നെ പറയാം. ഞാൻ ഈ രേണു എന്ന പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ രേണു എന്ന വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ പണ്ട് കണ്ടിരുന്നു. അതായത് അത് ഈ അച്ഛനെ കുറിച്ച് വളരെ മോശമായിട്ട് ഈ രേണു വന്ന് സംസാരിച്ചാണ് ഞാൻ അന്ന് കണ്ടത്. അതായത് എനിക്ക് അതിനകത്ത് ഏറ്റവും ഹേർട്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ രേണുവിന്റെ വേറെ രണ്ട് സുഹൃത്തുക്കളും മൊത്തം ഇവർ 3 പേരും കൂടി പരസ്യമായിട്ട് ഈ ബിഷപ്പ് അച്ഛനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് മാനസികപരമായിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഞാൻ അന്ന് ഈ അച്ഛന് വേണ്ടി ഒന്ന് സംസാരിച്ചിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഞാൻ എല്ലാവരും അച്ഛന്മാരെയൊക്കെ ബഹുമാനിക്കുന്നവരാണല്ലോ. അപ്പൊ എനിക്കും ഈ അച്ഛന്മാരോടൊക്കെ ഒരു പ്രത്യേക തരം ബഹുമാനവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉള്ളതാണ് ഇവരോട്. അപ്പൊ അത്രയും ഒരു നല്ലൊരു അച്ഛനെ, അതായത് അവർക്കൊരു വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ഒരു അച്ഛനെ, അതൊരു എത്ര നല്ലൊരു ശതമാനം സ്ഥലം തന്നെ അവർക്ക് കൊടുത്ത ഒരു അച്ഛനെ ഇവര് വന്നിട്ട് ഈ പരസ്യമായിട്ട് വന്ന് ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും മാനസികപരമായിട്ട് വളരെയധികം വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അച്ഛന് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ അച്ഛനെ അത്ര പരസ്യമായിട്ട് വിഷപ്പാമ്പ് നമുക്കൊരിക്കലും, അതായത് ഈ വൈദികന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും നമുക്ക് അവരെയൊന്നും ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല, അല്ലെ? നമുക്ക് വളരെയധികം വിഷമം തോന്നും. പിന്നെ അതുകൂടാതെ ഈ അച്ഛന്റെ പല ഇന്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ അച്ഛൻ മാനസികപരമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തിന്റെ പേരില്? ഈ വീട്ടുകാർക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് മറ്റ് ആ ഭൂമിയുടെ ഭാഗത്തുള്ള മറ്റ് സ്ഥലങ്ങളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെന്നും വിൽക്കാൻ പറ്റുന്നില്ലെന്നും, അതേപോലെ തന്നെ ഈ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് കുടിച്ചലമുണ്ടാക്കുകയും വളരെയധികം ബഹളം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ സംസാര രീതി ഈ അച്ഛന്റെ വായിൽ തന്നെ നമ്മളൊക്കെ കേട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അച്ഛൻ ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ കിച്ചു എന്ന് പറഞ്ഞ കുട്ടിയെ അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഭൂമിയിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ അച്ഛൻ പറഞ്ഞതാണ്. എനിക്കത് വിശ്വസിക്കാനായില്ല. ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ എന്താണ് ഈ കുട്ടിയോട് ഇത്രമാത്രം ദേഷ്യം എന്നായിപ്പോയി. ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത, ഒരു ആരും ഇല്ലാത്ത ഒരു അനാഥ പയ്യനെയാണ് ഇദ്ദേഹം കിടന്നിട്ട് ഇത്രയും അദ്ദേഹത്തിന്റെ ഘോരഘോരമായ വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിക്കുന്നത്. എങ്ങനെ സാധിക്കും ഒരച്ഛനെ, ഒരു ആരുമില്ലാത്ത ഒരു കൊച്ചിനെ, ബേസിക്കലി ആ കുട്ടി ആ അച്ഛനോട് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ? ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല, എതിർത്ത് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ അച്ഛനോട് അച്ഛനെ എങ്ങനെ ആ കുട്ടിയോട് ഇത്ര മോശമായിട്ട് പെരുമാറാൻ കഴിഞ്ഞു എന്നത് ഓർത്തിട്ട് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതായത് അതും ഒരു അച്ഛൻ, ഒരു പള്ളിയിലച്ഛൻ, ഒരു വൈദികനാണ് ഇങ്ങനെയൊക്കെ പെരുമാറും. നമ്മൾ ഒന്ന് ആലോചിക്കണം. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛനോട് പറയാനായിട്ട് ഒരു കാര്യമേ ഉള്ളൂ. അച്ഛൻ ആ രേണു ആൻഡ് ഫാമിലി ഇപ്പൊ വേണമായിരിക്കും. കാരണം അവർക്ക് വേണ്ട കരുതലും, അവർക്ക് വേണ്ട കരുണയും, അവർക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം അവർക്ക് വേണമായിരിക്കും. താങ്കൾക്ക് അത് കൊടുക്കണമായിരിക്കും. താങ്കൾ അത് കൊടുക്കണം. അത് താങ്കളുടെ ഒരു ധർമ്മം തന്നെയാണ്. താങ്കൾ ഒരു വൈദികനാണ്. അപ്പൊ താങ്കളുടെ ഒരു ധർമ്മം തന്നെയാണ്. പക്ഷെ അതിനൊരിക്കലും ആ കിച്ചു എന്ന് പറഞ്ഞ ആ പാവം ചെറുക്കനെ ബലിയേടാക്കരുത്. അതായത് ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ ഒരാളെ ഉയർത്തണമെങ്കിലേ ഒരിക്കലും അത് മറ്റൊരാളുടെ തലയ്ക്ക് മേലെ ചവിട്ടി നിന്ന് നൃത്തമാടിക്കൊണ്ടാകരുത് ഒരാളെ ഉയർത്താൻ ശ്രമിക്കേണ്ടത്. അത് അച്ഛൻ മറന്നു പോകുന്നുണ്ട്. അച്ഛൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത് ആവർത്തിക്കരുത്. ആ കുട്ടീനെ കുറിച്ച് പറയരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ഞങ്ങൾ കാണുന്നു അത്രയും വലിയൊരു സ്ഥാനം നൽകിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ അച്ഛനെ കണ്ടിരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഇവരുടെ കൂട്ടുകാരും ഇവരും കൂടി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി വരികയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം താങ്കൾ കാണിക്കുന്നത് ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. ഈ വിഷപ്പാമ്പെന്നൊക്കെ അവരെ അഭിസംബോധന ചെയ്ത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളും കൂടി അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അച്ഛൻ കൊണ്ടെത്തിക്കുന്നത്. ദയവ് ചെയ്ത് അച്ഛൻ ചെയ്ത തെറ്റെന്താണെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ട് അച്ഛൻ തിരുത്തി അത് വന്ന് ഒരു മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, അച്ഛനുള്ള പേരുദോഷം മാറിക്കിട്ടണം. കാരണം അച്ഛൻ ഇത് പറഞ്ഞതോടെ അച്ഛന് ഫുൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. കാരണം അച്ഛൻ പറഞ്ഞത് ഒരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അച്ഛൻ നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലോട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം. അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. ആരും നല്ലതാകണം ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട.
രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാണ്. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. ചിലപ്പോ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കാം. നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണം. ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ട് ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനും ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ഇത്രയും നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത്തരത്തിലൊരു അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ദുഃഖമാണത്. കാരണം എന്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. എനിക്ക് ആ രോഗത്തിന്റെ തീവ്രമായ വേദനകള്, അതിന്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. രേണുസുതിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്തിനാണ് ഈ കിച്ചു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കിച്ചു എന്നാണ് ബിഷപ്പിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, എന്നാണ് ഈ കിച്ചു താങ്കളുടെ വീടിന്റെ ഭാഗത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്? താങ്കളുടെ പല ഇന്റർവ്യൂസിലും താങ്കൾ വന്ന് പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ അടുത്ത ഭൂമിയുടെ കച്ചവടം നടക്കുന്നില്ല, തങ്കച്ചന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ അവിടെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല ഈ പറയുന്ന രോഗിയുടെ വീട്ടുകാര്, അതേപോലെ ലഹളയും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെയാണ് താങ്കൾ അച്ഛൻ ഇതിനു മുമ്പ് വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് താങ്കൾ ഇപ്പോൾ പറയുന്നു കിച്ചു വന്നിട്ട് ബഹളം ഉണ്ടാക്കി. ഈ കിച്ചു അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരാഴ്ച പോലും ഈ കുട്ടി അവിടെ തികച്ച് നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടി അങ്ങനെ നിന്നിട്ടില്ല. ആ കുട്ടിയെ റിതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ വേണ്ടി വരുന്നു, എന്നിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അച്ഛൻ വളരെയധികം റൂഡായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറുന്നത്. എന്റെ പൊന്നച്ചോ, അച്ഛനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ ഈ പറയുന്ന രേണുവിന്റെ കുടുംബക്കാരെ വേണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് നിൽക്കണമായിരിക്കാം. പക്ഷെ സപ്പോർട്ട് നിന്നോളൂ. പക്ഷെ മറ്റൊരാളുടെ മേലിൽ, അതായത് മറ്റൊരാളുടെ തലയ്ക്ക് മേളിൽ നിന്ന് ചവിട്ടി താഴ്ത്തിയിട്ട് അവരുടെ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതാദ്യം അച്ഛനൊന്ന് മനസ്സിലാക്കണം. പിന്നെ അച്ഛനൊരു എന്തൊക്കെ വന്നാലും ഒരു വൈദികനല്ലേ, വൈദികന്മാര് അവരുടെ ജോലി ഒരിക്കലും മറക്കാൻ പാടില്ല. അച്ഛൻ എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര ദേഷ്യം വെക്കണേ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അച്ഛനോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നുണ്ടല്ലോ ആ കുട്ടി പല വഴികളിൽ കൂടി പോയി, അതെല്ലാം ഇവിടുത്തെ ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, അതേപോലെ തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ അന്വേഷിച്ചാലും അറിയാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ് അച്ഛോ, ആ കുട്ടി അങ്ങനെയുള്ള പല വഴികളിലും പോയിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം അങ്ങയോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കുട്ടിയെ 11 വയസ്സ് മുതൽ വളർത്തമ്മയായിട്ട് നോക്കിയിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്? ഈ 11ാമത്തെ വയസ്സിൽ ആ കുട്ടി വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കുക. അത് നല്ലൊരു പാരന്റിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അച്ഛനമ്മമാരല്ല മക്കൾ തന്നെ വഴിതെറ്റി പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ലഭിക്കാത്ത ഒരു കുട്ടി വഴിതെറ്റി പോയതിൽ അത്ഭുതപ്പെടാനുണ്ടോ എന്റെ അച്ഛൻ ആ സാഹചര്യങ്ങളിൽ കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, അച്ഛൻ എന്തൊക്കെ വന്നൊരു വൈദികരല്ലേ? അപ്പോൾ ഒരു വൈദികന്റെ ഒരു കടമ അച്ഛൻ മറന്നു പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈബിളിൽ നമ്മുടെ ഈശോ പറഞ്ഞു തന്ന ഒരു ഉപമയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു 100 ആടുകൾ ഉണ്ടായിട്ട് അതിൽ ഒരാട് കാണാതായപ്പോഴത്തേനും ആ ആടിനെ തപ്പിപ്പോയി. എന്നിട്ട് ആ ആട്ടിക്കുട്ടിയെ കിട്ടിയപ്പോഴത്തേനും ആ ആട്ടിടനെ വളരെയധികം സന്തോഷിച്ചു. അതിന്റെ സാരാംശം എന്താണെന്ന് വെച്ചോ, ഈശോ പറഞ്ഞ ആ ആടിന്റെ ഉപമ പോലെ വഴിതെറ്റി പോയ ഒരാളെ തിരികെ വരാൻ നേരത്ത് അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അവർ ആ വഴി പോയതല്ലേ അതുകൊണ്ട് ആ വഴി തന്നെ അടിച്ചു വിടാം എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. അതേപോലെ തന്നെ അവരുടെ കഴിഞ്ഞ കാലം എത്ര മോശമായിരുന്നാലും ഇന്ന് മാനസാന്തരപ്പെട്ട് അയാൾ തിരികെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം അയാളെ തള്ളിക്കളയില്ല. അയാളെ ഒന്നും കൂടി നിർമ്മലമായ ഒരു മനുഷ്യനായിട്ട് തിരിച്ചു കൊണ്ടുവരാനേ ഏതൊരു അച്ഛനും ശ്രമിക്കുള്ളൂ. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ദൈവത്തിന്റെ സ്നേഹം ഒരാളുടെ ഭൂതകാലത്തെക്കാളും വലുതാണ് ദൈവത്തിന്റെ സ്നേഹം എന്നാണ്. അച്ഛനെ പോലുള്ള വ്യക്തികൾക്ക് ഞങ്ങളെ പോലുള്ളവർ ഇത് പറഞ്ഞു തരേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായല്ലോ എന്ന് ഓർക്കാൻ നേരത്തെ ഇപ്പോൾ ഞങ്ങൾക്ക് വിഷമം. കാരണം അച്ഛന് സമയം കിട്ടുമ്പോൾ അച്ഛൻ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് അച്ഛൻ തന്നെ ഒന്ന് കേട്ടു നോക്കണം. അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും പറയുന്നില്ല അങ്ങ് പണ്ട് ഈ പറയുന്ന സ്ത്രീയും ആൾക്കാരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ നേരത്ത് അച്ഛനൊന്ന് ഓർക്കണം. അച്ഛൻ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടല്ല മറ്റൊരാളെ പുകഴ്ത്തി പറയേണ്ടത്.
അതെന്തായാലും അച്ഛൻ ഒരിക്കലും മറക്കരുത്. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അത് കൊടുക്കാം. അതായത് അവർക്ക് വേണ്ട സ്നേഹവും കരുണയും കരുതലും എല്ലാം അവർക്ക് കൊടുക്കാം. പക്ഷെ അത് ഈ കിച്ചു എന്ന് ആ അനാഥ പയ്യനെ ഒരിക്കലും അടിച്ചമർത്തി താരം താഴ്ത്തിക്കൊണ്ട് ആവരുത് അച്ഛൻ. ഇത്രേ പറയാനുള്ളൂ. കാരണം ഇതുപോലും പറയുന്നത് വളരെയധികം മനസ്സിൽ നിന്ന് വിഷമത്തോടെ തന്നെയാണ്. കാരണം ആ കുഞ്ഞിനെ എല്ലാവരും കൂടി ഇട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളെ പോലുള്ളവരുണ്ട്. കാരണം ഈ വിഷയം ഞാൻ ഒരിക്കലും സംസാരിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഈ കിച്ചുവിന് വേണ്ടി മാത്രമാണ്. കിച്ചുവിന് വേണ്ടി ഒത്തിരി പേരൊന്നും വന്ന് സംസാരിക്കുന്നില്ല. പക്ഷെ ഇവന് വേണ്ടി ഞങ്ങളെ പോലുള്ള ആൾക്കാരെങ്കിലും സംസാരിക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ അത് ഭയങ്കര വലിയൊരു കുത്തലായി പോകും. അത് പറയാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ. അതുകൊണ്ട് പറ്റുമെങ്കിൽ അച്ഛൻ എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ തന്നെ ഒന്ന് സമയം കിട്ടിയിരിക്കുമ്പോൾ ഒന്ന് കേട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിനോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തിരിച്ചറിവ് ഉണ്ടാവട്ടെ.